നീറ്റ് എക്സാമിൽ ഇപ്പൊ ക്രമക്കേട് കണ്ടെത്തിയിട്ട് നീറ്റ് എക്സാം റദ്ദാക്കിയിട്ടുണ്ട്. ഈ അവസരത്തിൽ കുറച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഫ്ലെക്സുകൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പരസ്യം ഇതിൻ്റെതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ്റെതാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത്രക്കും വലിയൊരു കച്ചവടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നീറ്റിലെ ക്രമക്കേട് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇവരെല്ലാം മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് എത്ര റാങ്ക് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എത്ര റാങ്ക് കിട്ടി എന്നുള്ളതാണ് ഇവരെല്ലാം സെല് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് റാങ്ക് കിട്ടാനുള്ള എല്ലാ രീതിയിലുള്ള മാനിപ്പുലേഷൻസിനും ഇവിടെ സാധ്യതകളുണ്ട്. ഇവർ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഇവർക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പല രീതിയിലുള്ള മാൽ പ്രാക്ടീസസ് ഇവർക്ക് ചെയ്യാൻ പറ്റും. മേ ബി അതായിരിക്കാം അവിടെ നടന്നിട്ടുള്ളത്, നമുക്കറിയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള നീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻസിന്റെ ഒരു മാനസികാവസ്ഥയുണ്ട്. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ അത്രത്തോളം പഠിച്ച് അത്രത്തോളം എഫേർട്ട് ഇട്ട്, നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിൽ വരുന്നതാണ് നീറ്റ് എക്സാം. അത്രയും പഠിച്ച് അത്രയും എഫേർട്ട് ഇട്ട് ഉറപ്പുവെച്ച് അവർ പഠിച്ചു. മോർ ഓവർ ഈ എക്സാം എഴുതാനുള്ള കടമ്പകൾ നമുക്കറിയാം. നമ്മുടെ ഇന്നർവെയർ വരെ പരിശോധിച്ചിട്ടാണ് അവർ എക്സാമിന് എൻട്രി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം ഒരു മെന്റൽ പ്രഷർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഈ എക്സാം എഴുതിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ചുമ്മാ പറയാം എക്സാം അല്ല അതൊന്നുകൂടി എഴുതിയാൽ പോരെയെന്ന്. ഇതൊന്നുകൂടി എഴുതാൻ ഇത് സുഖമായ ഹിന്ദി പരീക്ഷയല്ല. അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാക്സിമം ഈ സ്റ്റുഡൻസിനെ ചേർത്ത് പിടിക്കുക. സ്വാഭാവികമായിട്ട് ഇവർ വളരെ വലിയൊരു മെന്റൽ ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ, നമുക്ക് മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കാനും നമുക്ക് കഴിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.